പൂപ്പൊലി ഗ്രൗണ്ടിൽ വന്നപ്പോൾ കണ്ട മനോഹരമായ കരളലിയിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ഭാഷ ഞാൻ പെട്ടെന്ന് കണ്ടു. ഇതാണത്. ഒരു ചുവപ്പ് ഇല, പിന്നെ മുകളില് മുട്ട്, ഇതൊക്കെ മുട്ട്, അത് മുട്ട്, ഇത് ചുമന്ന ഇല, പിന്നെ അടിയില് പച്ച ഇല, പിന്നെ കൊറേ ഇങ്ങനെ തണ്ട് 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 കൊറേ ഒരേ ഇലകളെ. ഇത് ബുഷ് വെട്ടി നിർത്തിയതല്ല, ബുഷിന്റെ വേറൊരു മോഡൽ. സെന്ററിൽ ഒരു വലിയൊരു മരം, അത് എന്ത് മരമാണെന്ന് എനിക്ക് പറയാനറിയില്ല. പൂവൊന്നുമില്ല. ആ ചേര് ചേര് ചേരിനോട് കളിക്കാൻ പറ്റൂല, ചൊറിയും. ഇലകള് മാത്രമല്ല, വേറൊരു പൂച്ചെടിയുടെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് കീഴുപറമ്പെന്ന് പറയും, അതായത് മലപ്പുറം ജില്ലയില് അരീക്കോട് അടുത്ത് കീഴുപറമ്പെന്ന് പറയും. അവിടെ ഒരു അഗതിമെന്ന് പറയും ബ്ലൈൻഡിന്റെ. അത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നടത്തുന്ന ഞങ്ങളുടെ സംഘടന. പക്ഷെ എങ്കിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ജനങ്ങളാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത്. സാമ്പത്തികപരമായിട്ടൊക്കെ ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യമൊന്നുമില്ല. ശരി. അപ്പോൾ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളവരാണോ? സ്റ്റാഫുകളാണ്. ഓ, എത്ര പേരെ സ്റ്റാഫുകൾ? 3 പേര്. അല്ല, ഇപ്പൊ ഇവിടേക്ക് വന്നിട്ടുള്ള വണ്ടിയിലുണ്ട്. ശരി ശരി. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇവർക്ക്, കളറുകളൊക്കെ പറഞ്ഞ് തൊട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഒരുപാട് നന്മയാണ് നിങ്ങൾ ചെയ്യുന്നൊരു ജോബാണെങ്കിലും ആ ജോബിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് എടുക്കാൻ കാരണം. നിങ്ങളുടെയൊക്കെ പേരെന്താ? എൻ്റെ പേര് വിപിനചന്ദ്രൻ. എൻ്റെ പേര് രാധ. എൻ്റെ പേര് അമൃത. എൻ്റെ പേര് താജുൻ. ഇവര് എവിടെ ഉള്ളവരാ ശരിക്കും? അവരുടെ ഓരോരുത്തരും ഓരോ നാട്ടുകാരാണ്. പത്തനംതിട്ട ഒഴിച്ച് ബാക്കി 13 ജില്ലയിലെ ആൾക്കാരുണ്ടാവും. ഞാൻ ഇവിടെ തന്നെ, വയനാട്. വയനാട്ടിൽ എവിടെയാ? മാനന്തവാടി അടുത്ത. മാനന്തവാടി അടുത്ത്. അമ്മയുടെ പേര് രാധ. രാധ. നിങ്ങളുടെ പേര് മോഹനൻ. എത്ര വർഷമായി? 14 വർഷം കഴിഞ്ഞു അവിടെ ആയിട്ട്. ഞാൻ ഇവിടെ വന്നിട്ട് 2 വർഷം. 2 വർഷം. അച്ഛനോ? ഞാൻ കോട്ടയം ജില്ല പാല മേലുകാവായിരുന്നു. ഇവിടെ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. 4 വർഷം. എൻ്റെ പേര് റാസിഫ്. ഞാൻ അവിടെ റാസിഫ് 2 വർഷമായി അവിടെ ജോലി ചെയ്യും. അവിടെ 54 പേരുണ്ട് ടോട്ടൽ. 54 പേരുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കാനും അല്ലെങ്കിൽ ഇതുവരെ സ്പർശിച്ച് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. താങ്ക് യു.